ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് ബനാന പോള തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പഴം, ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴം ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ പഴം വഴറ്റാനായിട്ടൊരു സോസ് പാൻ കേട്ടോ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസിൻസും അതുപോലെ 2 ടേബിൾ സ്പൂൺ കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഈ റൈസിൻസ് ഒക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പഴമാണ്, അപ്പോൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഇനി അടുത്തത് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂടിയുമ്പോൾ ഒരുപാട് മധുരമാവും. അപ്പോൾ അത് കാരണം ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി ഒരു ബൗളിലിട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ പഴം വഴറ്റിയെടുത്ത് ആ സെയിം പാനിലിട്ട് തന്നെ, അതായത് അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഉണ്ട് കേട്ടോ, അത് കാരണം അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് ഈ മുട്ടയുടെ മിക്സ് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം. ഇതായിപ്പോൾ ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ കൂട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബ്രെഡ് ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതായിപ്പോൾ എല്ലാം അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി വരുന്ന മുട്ടയുടെ മിക്സും കൂടെ കൂടി ഇതിന്റെ മുകളിലിട്ട് വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. ഈ പാൻ എന്ന് പറഞ്ഞത് ഒരു 7 ഇഞ്ചിന്റെ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, സോസ് പാൻ. ഈ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ ഞാനിവിടെ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ബ്രെഡായിരുന്നു, അപ്പോൾ അത് കാരണമാണ് 8 എണ്ണം വേണ്ടി വന്നത്. ഇപ്പൊ ഒരു പഴയ പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഇത് എടുത്തു വയ്ക്കാം. എന്നിട്ടിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കൊട്ടിയിടാം കേട്ടോ, വേറൊരു പാനിലിട്ട് കൊട്ടിയിടാം. ഞാൻ ഓൾറെഡി ഒരു പാൻ ഇങ്ങനെ നെയ്യ് അല്പം ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തേക്ക് ഒന്ന് കൊട്ടിയിടാം കേട്ടോ. അത് ഇതിന്റെ മുകളിൽ ഇത് വയ്ക്കാൻ പറ്റില്ല, അതിന് ഡയറക്റ്റ് തന്നെ വയ്ക്കുന്നുണ്ടോ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതായിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഇത് കൊട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട, ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബനാന പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തോളൂ കേട്ടോ. ഇതുണ്ടോ, ഞാനത് കട്ട് ചെയ്തപ്പോൾ കുറച്ച് മുറിഞ്ഞു പോയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പോളയുണ്ട് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സിലൂടെ അറിയിക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.